ഹലോ. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ സീനിയർ ടീമിൽ അംഗമാകുന്നു. അതിനു മുന്നേ അണ്ടർ 23 നാഷണൽ ടീമിൽ മലേഷ്യക്കെതിരെ നടത്തിയ ഫ്രണ്ട്ലി മത്സരത്തിൽ നമ്മുടെ മുഹമ്മദ് ഐമൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മുഹമ്മദ് ഐമൻ പങ്കെടുത്തുവെങ്കിലും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ സീനിയർ ടീമിൽ, അതും ബീച്ച് സോക്കർ ടീമിൽ ആദ്യമായിട്ട് അംഗത്വം നേടുന്ന ലക്ഷദ്വീപുകാരനായിട്ട് മുഹമ്മദ് അക്രം എന്ന വ്യക്തി ചരിത്രം കുറിച്ചിരിക്കുന്നു. മുഹമ്മദ് അക്രം ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപ് സ്വദേശിയാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഫുട്ബോളിന് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള മുഹമ്മദ് അക്രം ഒരുപാട് നാഷണൽ ലെവൽ ഗെയിംസിലും കളിച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെവലിലേക്ക് മുഹമ്മദ് അക്രമിനെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കഠിന പ്രശ്നവും കൂടി നമുക്ക് ഉണ്ടെന്നുള്ളത് പറയാതെ വയ്യ. പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് അക്രമിന്റെ കഴിവുകൾ കണ്ടെത്തി വന്നിട്ടുള്ള ലക്ഷദ്വീപുകാരായിട്ടുള്ള നമ്മുടെ സ്വന്തം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയിട്ടുള്ള നൂഫി സാർ, സിറാസ് സാർ, അതുപോലെ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായിട്ടുള്ള മുഹമ്മദ് അലി, നിയാസ്, നിസാം ബ്രോ, അഷ്റഫ്, അങ്ങനെ ഒരുപാട് പേർ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ മുഹമ്മദ് അക്രമിന്റെ കളി കാണാനായിട്ട്. ലക്ഷദ്വീപിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഡിഗ്രി കാലഘട്ടത്തിൽ പിതാവ് നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ സങ്കടമൊക്കെ അമർത്തിപ്പിടിച്ച് ഫുട്ബോളിന്റെ ഫീൽഡിൽ, പ്രത്യേകിച്ച് ബീച്ച് ഫുട്ബോളിൽ കാലുകൊണ്ട് മായാകാലം തീർക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് അക്രം. എന്തായാലും തായ്ലാന്റിലെ പട്ടായയിൽ നടക്കുന്ന AFC ബീച്ച് സോക്കർ ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി 9ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കാൻ പോവുകയാണ് നമ്മുടെ മുഹമ്മദ് അക്രം. ലക്ഷദ്വീപുകാരൻ എന്ന നിലയിൽ ഞാനും വളരെ പ്രൗഡാണ്. ഹാപ്പി ഫോർ യു മാൻ മുഹമ്മദ് അക്രം.